നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം പാർട്ടി ചില തിരുത്തലുകൾ നടത്തുകയാണ്. തോൽവിക്ക് ഒരു കാരണം അനാവശ്യമായ അന്തിച്ചർച്ചകൾക്ക് ഇടത് പ്രതിനിധികളെ AKG സെന്റർ ഔദ്യോഗികമായി അയച്ചതാണ് എന്ന് AKG സെന്ററിന് തന്നെ മനസ്സിലായിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ 2-3 ദിവസത്തെ അന്തിച്ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ചില വിഷയങ്ങളുടെ പേരിൽ നടത്തിയ അന്തിച്ചർച്ചയ്ക്ക് AKG സെന്ററിൽ നിന്ന് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഔദ്യോഗിക പ്രതിനിധികളെ അയച്ചിട്ടില്ല എന്ന് ആ അന്തിച്ചർച്ചയുടെ അവതാരകർ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് മാതൃഭൂമിയിലെ മാധുവിന്റെ ചർച്ചയ്ക്കും റിപ്പോർട്ടർ ചാനലിലെ സ്മൃതിയുടെ ചർച്ചയ്ക്കുമാണ് ഇടത് പ്രതിനിധികളെ അയക്കാതിരുന്നത് AKG സെന്റർ. ഇന്നലെ മനോരമയുടെ അന്തിച്ചർച്ചയ്ക്കും AKG സെന്ററിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഇടത് പ്രതിനിധിയെ അയച്ചിട്ടില്ല. അതായത് അതൊരു നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത വ്യാജ വാർത്തകളുടെ പേരിൽ അന്തിച്ചർച്ച നടത്തുമ്പോൾ ആ പരിപാടിക്ക് ഇടത് ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ഇടത് പ്രതിനിധികളെ AKG സെന്റർ അയക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഈ പാർട്ടിയിലെ അണികളും ഒപ്പം ഈ പാർട്ടിയിലെ പല നേതാക്കളും ഒക്കെ തന്നെയാകും. വേറൊന്നും കൊണ്ടല്ല, ഇത്തരം അന്തിച്ചർച്ചകളിൽ പോയിരിക്കുമ്പോൾ ഒരു വ്യാജ വാർത്തയുടെ പേരിൽ പോലും നടത്തുന്ന ഒരു ചർച്ചയാണെങ്കിൽ പോലും അത് പച്ചക്കള്ളമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രതിനിധികൾക്ക് പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അത് പറഞ്ഞ് ആ ഫാക്റ്റ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമം നടത്തും മുമ്പ് തന്നെ അവതാരകർ അവരുടെ രാഷ്ട്രീയം അങ്ങ് ചാപ്പ് കുത്താനുള്ള ശ്രമം ആ അന്തിച്ചർച്ചയിലൂടെ നടത്തി കഴിഞ്ഞു കാണും. എങ്ങനെയാണ്? അതായത് ഇടയ്ക്ക് കയറി ഇടപെടുക, അല്ലെങ്കിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യുക, അങ്ങനെ ഇടത് പ്രതിനിധികൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ പലപ്പോഴും കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മാധ്യമത്തിൻ്റെ രാഷ്ട്രീയവും അവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും രാഷ്ട്രീയവും ഒന്നിച്ചാക്കി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഈ അന്തിച്ചർച്ച കഴിഞ്ഞ ശേഷം ഈ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ്സുകാരും BJPക്കാരും ഈ അവതാരകരും പറയുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇടത് പക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടന്നാക്രമിച്ചാണല്ലോ ഇവർ ഇപ്പോൾ റേറ്റിംഗ് ഉണ്ടാക്കി ബാർ റേറ്റുകൾ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്തിച്ചർച്ചയിൽ ഇനി ഇടത് പ്രതിനിധികൾ പങ്കെടുക്കാതെ വന്നാൽ ഈ അന്തിച്ചർച്ചകൾ കാണാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മാധുവിൻ്റെ ചർച്ചയും സ്മൃതിയുടെ ചർച്ചയും. 2 ചർച്ച കാണാനും പ്രത്യേകിച്ച് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനോരമയ്ക്കും അവസ്ഥ വന്നിരിക്കുകയാണ്. നാളെ ഇത് പല ചാനലുകൾക്കും സംഭവിക്കുമെന്നാണ് AKG സെന്റർ ഇങ്ങനെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ എടുത്ത നിലപാട് അത് വളരെ വളരെ നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇടത് പ്രതിനിധികൾ പങ്കെടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റിംഗ് ഇടിയും, ബാർ റേറ്റുകൾ ഇടിഞ്ഞ് താഴുന്ന സാഹചര്യം ഉണ്ടാകും. ആരും തന്നെ ചർച്ച കാണാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ പരസ്യം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ചാനൽ പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നപ്പെടും. അപ്പോൾ എന്തായാലും MV ഗോവിന്ദൻ മാഷ് പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് ഈ സൂചന കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരുപക്ഷെ ഇങ്ങനെയാകും. ഇനിയും വ്യാജ വാർത്തകൾ നടത്തി ഇത്തരത്തിൽ അഴിഞ്ഞാടാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാനും ബാർ റേറ്റ് കൂട്ടാനും ഒന്നും ഞങ്ങളുടെ AKG സെന്ററിൽ നിന്ന് ഒരു ഇടത് പ്രതിനിധിയെയും ഔദ്യോഗികമായി അയക്കില്ല എന്നൊരു സൂചന തന്നെയാണ്, ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. തിരുത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭാവമുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താം. സത്യം മാത്രം പറയേണ്ടവരാണ് നിങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാധ്യമങ്ങളെ. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാമല്ലോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇല്ലാത്ത പല പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്ന എന്ത് പച്ചക്കള്ളവും സത്യമാണ് എന്ന മട്ടിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു ദിവസം വലതുപക്ഷ മാധ്യമങ്ങളിലെ എല്ലാ വാർത്തകളും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏകദേശം ഒരു 5-6 വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായാൽ ആ വിഷയത്തിൽ എങ്ങനെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ കഴിയും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതിനുള്ള വാർത്തകൾ മെനഞ്ഞെടുക്കും. ഇനി വ്യാജ വാർത്തകൾ പുറത്തുവിട്ടാലോ തെറ്റിതിരുത്താനോ അല്ലെങ്കിൽ അത് മാറ്റിപ്പറയാനോ ഒന്നും ഇവർ തയ്യാറാകില്ല. കടന്നാക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തിരുത്തലുകളില്ലാതെ വ്യാജ വാർത്തകൾ ഇങ്ങനെ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും അതിന് അറുതി വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ AKG സെന്റർ ഇങ്ങനൊരു നല്ലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇത് വളരെ കുറച്ച് നാൾ മുമ്പ് വേണ്ടിയിരുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ ഇലക്ഷൻ, ഇതൊക്കെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ AKG സെന്റർ കൈക്കൊണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിലുള്ള അന്തിച്ചർച്ചകൾക്ക് അയക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് കൂടുതൽ വിഷയത്തെ അല്ലെങ്കിൽ കൂടുതൽ പാർട്ടിയുടെ അവസ്ഥയെ മോശമാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ
ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന, ഞാൻ പറഞ്ഞില്ല 7 8 വാർത്തകളൊക്കെ ഒരു ദിവസം ചിലപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ പല വ്യാജ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ പൊളിച്ചടക്കാൻ വേണ്ടി പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ കുറച്ച് യൂട്യൂബ് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡികൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫാക്ട് എന്ന് ജനങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് AKG സെൻറ്റർ മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇടത് പ്രതിനിധികൾ പങ്കെടുക്കാത്ത ചർച്ചകളിൽ അവർ ഒരുപാട് പച്ചക്കള്ളങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇടത് പ്രതിനിധി പങ്കെടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സംസാരിക്കാൻ സമയം കൊടുക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്നലത്തെ ചർച്ച, മനോരമയുടെ ചർച്ച ഇതായിരുന്നു. ഈ ചർച്ചയുടെ വാസ്തവം എന്താണ് എന്ന് ആ ആരോപണ വിധേയനായിട്ടുള്ള ആളെ കൊണ്ട്, ഒപ്പം ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ ഈ സർക്കാരിനെ കടന്നാക്രമിക്കാനോ ഒരാൾക്കും കഴിയില്ല. ഇനി അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ മുന്നോട്ട് വെച്ചാണ് ഇവർ വീണ്ടും കടന്നാക്രമണം നടത്തുന്നതെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ എന്തായാലും പാർട്ടിക്ക് സാധിക്കും. അതും പാർട്ടി ചെയ്തേ മതിയാകൂ. അതായത് പലപ്പോഴും എന്താണ് മാധ്യമങ്ങൾ പറയുന്നത്, ഞങ്ങളെ വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്? എവിടെയാണ് അവരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വാ മൂടിക്കെട്ടുന്നത്? എങ്ങുമില്ല. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെയോ ഇതുവരെ അവരെ വാ മൂടി കെട്ടിയിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അവർ ഓരോ ദിവസവും പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ? ഇത് UP-യിലോ ഗുജറാത്തിലോ വല്ലതും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അത്തരം മാധ്യമപ്രവർത്തകർ ഇന്ന് എവിടെയായിരിക്കും കിടക്കുക? ജയിലിലാകും കിടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു നാടായതുകൊണ്ട് മാത്രമല്ലേ ഇവർ ഇങ്ങനെ അഴിഞ്ഞാടുന്നത്? ഞങ്ങൾക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കില്ല, ഞങ്ങൾക്ക് എന്തും ഏതും പറയാം എന്ന ഒരു അഹംഭാവം ഉള്ളത് കൊണ്ടല്ലേ ഇവർ സ്ഥിരം ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതായത് മാധ്യമങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ളൊരു നാടാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അവരുടെ ഇത് അങ്ങനെ ഒരു നാടല്ല എന്ന ആ ഒരു വാദത്തെ ഒരു രീതിയിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാനേ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് വളരെ സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങൾ, വ്യാജ വാർത്തകൾ പൊളിച്ചടക്കാൻ ഒരു വലിയ സംഘത്തെ ഇറക്കിക്കൊണ്ടാണെങ്കിലും AKG സെൻറ്റർ ഇങ്ങനെ പൊരുതി നിൽക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്ന ഒരു ഇലക്ഷനിലും ഈ സർക്കാരിനെ താഴെയിറക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനൊപ്പം തന്നെ ഉണ്ടാകും. ഈ സർക്കാർ തിരുത്തണം എന്ന് പറഞ്ഞ് എത്രയോ അന്തിച്ചർച്ചകൾ നടത്തി. സത്യത്തിൽ തിരുത്തേണ്ടത് ആരാണ്? മാധ്യമങ്ങളാണ്. വ്യാജ വാർത്തകൾ കൊടുത്ത് നന്നായി ഭരിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് തിരുത്തേണ്ടത് ഈ മാധ്യമങ്ങളാണ്. മാത്രവുമല്ല, പ്രതിപക്ഷത്തിൻ്റെ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം ഇതൊക്കെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ കാണുന്നില്ല? മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടത്തുന്നില്ലല്ലോ. അപ്പോൾ ഏകപക്ഷീയമായി മാത്രം മാധ്യമപ്രവർത്തനം നടത്തുക, ഏകപക്ഷീയമായി മാത്രം അന്തിച്ചർച്ചകൾ നടത്തുക, എന്നിട്ട് ഒരു പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. ഇതുവരെ പ്രതിപക്ഷം ഉന്നയിച്ച എത്രയോ ആരോപണങ്ങളുണ്ട്. ഏത് ആരോപണത്തിലാണ് തെളിവ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു ആരോപണത്തിലും തെളിവ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധി വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ഈ സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുമ്പോൾ അതിനെയൊക്കെ വലിയ രീതിയിൽ വലിയ എന്തോ സംഭവമായി ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളും റേറ്റിംഗ് ഉയർത്തി പ്രതിപക്ഷത്തിനൊപ്പം അഴിഞ്ഞാടിയില്ലേ? ഇനി എന്തായാലും ആ അഴിഞ്ഞാട്ടം ഈ മണ്ണിൽ നടക്കില്ല എന്ന് AKG സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സൂചന കൊടുത്തുകൊണ്ട് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു നല്ല സൂചനയാണ്, ഇത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച സൂചനയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.